ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിനേക്കാളും മുന്നേ എല്ലാവരുടെയും കുട്ടികളുടെയൊക്കെ സ്കൂളൊക്കെ പൂട്ടിയപ്പോൾ ഞങ്ങൾ എല്ലാ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒന്ന് ഒത്തുകൂടിയതാണിത്. അപ്പോൾ എല്ലാവർക്കും ലീവും മുടക്കൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഒത്തുകൂടാൻ തീരുമാനിച്ചു. അതും ഞങ്ങൾ കാട്ടിലാണ് ഒത്തുകൂടാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾ കാട്ടിൽ പോയി ചിക്കൻ ചുട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ട സ്ഥലം അന്വേഷിച്ച് ഞങ്ങൾ പോവാണ്. നല്ല ചൂടാൻ പറ്റിയ സ്ഥലം എവിടെയാണ് സെറ്റാക്കാൻ പറ്റിയെന്ന് അന്വേഷിച്ച് പോവാണ്. അപ്പോൾ അതൊരു ചെറിയൊരു വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെയൊന്നും വേണ്ട. ഞങ്ങൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കാടിൻ്റെ ഏറ്റവും ടോപ്പ് പാർട്ട്. അപ്പോൾ ഇവിടെയാണ് ഒന്ന് പരന്ന് കിടക്കണത്, ബാക്കിയൊക്കെ ഇങ്ങനെ കുന്നായിട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ ചുടാൻ വിചാരിച്ചാണ്. ഇത് പാമ്പുവള്ളി എന്നാണ് ഇതിനെ പറയുക. ഇതൊരു മരത്തുമ്പോൾ പാമ്പ് പോലെ ശരിക്കും നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ പാമ്പ് ഇങ്ങനെ പണഞ്ഞ് കിടക്കണമായിട്ട് തോന്നും. അപ്പോൾ അതാണ് ഈ മരത്തിൻ്റെ പ്രത്യേകത. ഇതൊരു വീഴാനായി നിൽക്കുന്ന ഒരു തെങ്ങാണ് ഇത് ഇടിച്ചിടണത്. അവിടെ നിന്നും മുകളിലേക്ക് കയറി പോവാണ്. വല്ല ചക്കയ മാങ്ങ അങ്ങനെ വല്ലതും കഴിക്കാൻ വല്ലതും ഉണ്ടാവുമെന്ന് അറിയാനായിട്ട് ഇവിടെ പോവാണ്. ഞങ്ങളൊക്കെ പെണ്ണുങ്ങളൊക്കെ നിലത്തിങ്ങനെ താഴെയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്തത്. ഇതാ അതിൻ്റെ ഞങ്ങൾ പോയ ഭാഗത്തിലെ ഒരു ഭാഗമാണിത്. പാറക്കെട്ടും ഇത് മുളയും കൂട്ടാണ് ഇതിൻ്റെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു നൊസ്റ്റാൾജിയ ഫീലാണ്. കാരണം എല്ലാവരും ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. പച്ച കശുവണ്ടി ഇങ്ങനെ പച്ച കശുവണ്ടിയുടെ പരിപ്പ് ഇങ്ങനെ പിളർത്തിട്ട് കഴിക്കണത്. അപ്പോൾ ഞങ്ങളതിങ്ങനെ കണ്ടപ്പോൾ ഇവർ ഞങ്ങൾക്ക് ഇങ്ങനെ പറിച്ച് തന്നതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ചുടാൻ നല്ല സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ചുടും മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൻ അമർത്താം. അപ്പോൾ നമ്മൾ ചിക്കൻ ചുടാൻ നല്ല പരപ്പുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നിന്ന് തന്നെ നമ്മൾ കല്ലില്ലേ, വെട്ടുകല്ലല്ല സാധാ കല്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അടുപ്പ് കൂട്ടിയേക്കണത്. അപ്പോൾ ചാർക്കോളോ കരിയോ ഒന്നുമില്ല. നമ്മൾ ഇപ്പോൾ കാടല്ലേ, കാട്ടിലുള്ള മരങ്ങളും ചുള്ളിക്കൊമ്പും കരിയിലയും ഒക്കെ വെട്ടിയിട്ടിട്ടാണ് നമ്മൾ കണലുണ്ടാക്കണത്. അപ്പോൾ ആണുങ്ങളുടെ പണി അതാണ്. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു ഫാമിലി ചിക്കനുള്ള മസാല അടിച്ചു, വേറൊരു ഫാമിലി ചപ്പാത്തി ഉണ്ടാക്കി, വേറൊരു ഫാമിലി മയോണൈസും സലാഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പെണ്ണുങ്ങളുടെ പണി അതും, ആണുങ്ങളുടെ പണി ഇതേമാതിരി ചിക്കനുള്ള ചുടാനുള്ള സ്ഥലം ഒരുക്കലാണ്. അപ്പോൾ കല്ലൊക്കെ വെച്ച് വിറകും ഒക്കെ വെട്ടി കാട്ടിൽ നിന്ന് തന്നെ വെട്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. പിന്നെ നമ്മൾ ഗ്രില്ല് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. വീട്ടിൽ നെറ്റ് ഉണ്ടായിരുന്നു. ഈ നെറ്റ് ഞങ്ങൾ മടക്കിയിട്ട് നെറ്റും നമ്മൾ മറ്റേ കമ്പിയില്ലേ, കുഞ്ഞിക്കമ്പി, സൂചിക്കമ്പി എന്നൊക്കെ പറയണത്, ആ കമ്പി കൊണ്ട് ഞങ്ങൾ വളച്ച് കെട്ടിയൊക്കെയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ നെറ്റ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ കണലൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലോണം ഒരു 10-15 പീസൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ കണലൊക്കെ നല്ല കണലായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുടാൻ ചിക്കൻ വെക്കാനുള്ള പരിപാടിയിലാണ്. ആളും ഈ സാധനം ഒന്നുകൂടി നന്നായി.
കണലൊന്ന് പെരുപ്പിക്കാനായിട്ട് മുറം വെച്ചാണ് വീശി കൊടുക്കുന്നത്. കണലൊക്കെ ഉണ്ട്, നല്ല കണലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചിക്കന് അടിച്ച മസാലയുടെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും അതൊന്ന് ഫ്രീ കിട്ടുമ്പോൾ ഒന്ന് എടുത്ത് നോക്കണം. ചിക്കന് തേച്ച മസാല ഒരു സൈഡ് ഞങ്ങൾ മറയ്ക്കാൻ ലേറ്റായി, കാരണം ഇത്തിരി ഒന്ന് ഡാർക്ക് ഷെയ്ഡായി. ഇത് മഞ്ഞളാണ്, പച്ചമഞ്ഞൾ. ഇത് ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ്, കാട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഒരാൾ ഈ താപ്പിൽ മഞ്ഞളൊക്കെ പറിച്ചെടുക്കണ്. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് കൊണ്ട് പറിച്ചെടുത്താണ് ഇത്ര ഇത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയപ്പോൾ വെള്ളമൊക്കെ കുടിക്കണ്ടേ, അപ്പോൾ വാപ്പ വെള്ളമൊക്കെ കൊണ്ട് വരാണ്. അപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പത്തെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ ചിക്കനാവാൻ ഒരുപാട് സമയം എടുക്കണ കാരണം ആ സമയത്ത് ഞങ്ങൾ ഒരു കഷ്ണം ചക്ക കട്ട് ചെയ്ത് എല്ലാവരും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അതിനും ചിക്കനൊക്കെ ആയേ വരുമല്ലോ. ഞങ്ങൾ ഒരു 3 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ കാട്ടിൽ കയറി സ്ഥലമൊക്കെ നോക്കാനായിട്ട്, നല്ല നമുക്ക് എല്ലാവർക്കും ഇരിക്കാനും ഒക്കെ പറ്റണ ഒരു സ്ഥലം നോക്കി. പിന്നെ ഞങ്ങൾ പണികളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 5 മണിയായി. കാരണം കല്ലൊക്കെ സെറ്റാക്കി, വിറക് ഒക്കെ കൂട്ടി, അടുപ്പൊക്കെ കത്തിച്ച് അങ്ങനെ കഴിക്കുമ്പോൾ എന്തായാലും ഒരു 7-7:30 ആവും എന്തായാലും. ഞങ്ങൾ ആലോചനയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇരുട്ടാകുമ്പോൾ നമുക്ക് കാടല്ലേ, പെട്ടെന്ന് നല്ലോണം ഇരുട്ടൊക്കെ ആവണ കാരണം നമ്മൾ ആലോചനയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സൈഡായിട്ട് നമ്മൾ എടുത്തേക്കണത് എന്നിട്ടൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ചപ്പാത്തിയാണ് ഇതിലേക്ക് എടുത്തേക്കണത്. ചിക്കന്, ചപ്പാത്തി, പിന്നെ മയോണൈസും സലാഡാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫാമിലി ഓരോന്ന് സ്പോൺസർ ചെയ്തു. ചപ്പാത്തി ഒരു ഫാമിലി, ചിക്കനും മസാലയൊക്കെ ഒരു ഫാമിലി ചെയ്തു, പിന്നെ മയോണൈസ് സലാഡ് വേറൊരു ഫാമിലി ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെറ്റാക്കിയേക്കണത്. അപ്പോൾ എല്ലാ പെണ്ണുങ്ങൾ ചപ്പാത്തി പരത്തലും അങ്ങനെയൊക്കെ ചെയ്തു. ആണുങ്ങൾ അടുപ്പൊക്കെ കൂട്ടലും. ഇതാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കണ സ്ഥലം. ഓരോരുത്തർക്ക് ഒരു 3 ചപ്പാത്തി, 2 പീസ്, ഒരു തരി മയോണൈസ്, ഒരു തരി സലാഡ്, ആ രീതിയിലാണ് എല്ലാവരും കൊടുത്തേക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒന്ന് അടിച്ചു പൊളിച്ചു എന്ന് പറയാം. ശരിക്കും ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എല്ലാവരും ആയത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി, എല്ലാവർക്കും ഫ്രീ ആയിരുന്ന ടൈമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയപ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ പച്ച കളറുള്ള ആലോചനയാണ് വെച്ചേക്കുന്നത്. അതാണ് ഇങ്ങനെ പച്ച കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇരുട്ട് വൈകുന്നേരം ആയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം.